തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിച്ച് നിർത്തും. ആരൊക്കെ നമ്മെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചോ അവരുടെ നടുവിൽ ദൈവം മാനിക്കും. ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞു അവർ തന്നെ പറയും, അയ്യോ ഇവൾ ഈ ദൈവത്തെ സേവിച്ചത് കൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ വന്നത് എന്ന് പറയുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെക്കാൾ ശ്രേഷ്ഠരായ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന എല്ലാവരോട് ചോദിച്ചാലും വലിയ വലിയ ഓരോ കഷ്ടതയിൽ നിന്നും ദൈവം കടത്തി കൊണ്ടുവന്ന വിധങ്ങളെ പറയുവാൻ കാണുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം നിർത്തിയതാ എന്നെ മറന്നെന്ന് പറയുവാനല്ല, ദൈവം എന്നെ ഓർത്തത് കൊണ്ടാ ഈ 30 വർഷക്കാലം രക്ഷിക്കപ്പെട്ടിട്ട് 30 വർഷത്തോട് അടുത്തു വരുന്നു. ഇത്രയും കാലത്തോളം സ്വർഗത്തിലെ ദൈവം ഈ എളിവിളെ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. നോഹയെ ഓർത്തൊരു ദൈവം, അതെ അബ്രഹാമിനെ ഓർത്തിട്ട് ലോത്തിനെയും കുടുംബത്തെയും, അതെ ഒരു ദൈവ പൈതലുണ്ടോ ആ ദേശത്തെ നശിപ്പിക്കയില്ല. ഒരു കുടുംബത്തിൽ ഒരാളുണ്ടോ ഒരിക്കലും ആ കുടുംബത്തെ നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 നീതിമാന്മാർ സൊദോം ഗൊമോറയിൽ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? സൊദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെ പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മോട് കൂടെയുള്ള കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അതെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ഒന്നേ വേണ്ടു, നമ്മൾ നീതിയുള്ളവരായിരിക്കണം, നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, നമ്മൾ ദൈവത്തോട് കൂറുള്ളവരായിരിക്കണം, ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായിരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായി വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 30:22 ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. ഹല്ലേലൂയ. റാഹേലിന് മക്കളില്ലായിരുന്നു. റാഹേൽ മച്ചിയായിരുന്നു. തന്റെ സഹോദരി ലേയ്ക്ക് മക്കളുണ്ടായി, അവരുടെ ദാസിമാർക്ക് മക്കളുണ്ടായി. പക്ഷെ എനിക്ക് മാത്രം മക്കളില്ല. ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മക്കളെ തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഓർക്കുന്ന ഒരു ദൈവമാണ്. എത്ര വർഷമെന്ന് ദൈവത്തിന് വിഷയമല്ല. സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തെ ജീവിപ്പിക്കുമാറാക്കിയ ദൈവം. ഹല്ലേലൂയ. ഒരു ഇസഹാക്കിനെ കൊടുത്തൊരു ദൈവം തലമുറയെ നൽകി മാനിക്കും. ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞ വർഷം ഈ ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്നത്. ഞാൻ പറയട്ടെ, ഒരു ഭവനത്തിൽ ഞാൻ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. രോഗിയായ ഒരു പിതാവിനെ കാണുവാൻ പോയത്. അവിടെ നിന്നപ്പോൾ പറഞ്ഞു, ഒരു കൊച്ചുമകളുണ്ട്, അവരുടെ കൊച്ചുമകൾക്ക് തലമുറയില്ല, വിവാഹം കഴിഞ്ഞ ഒരു